പ്രിയപ്പെട്ടവരെ, നീങ്കളെ കൊത്തിയാലും ചോര തന്നെ ചൊവ്വറേ, നാങ്കളെ കൊത്തിയാലും ചോര തന്നെ ചൊവ്വറേ എന്ന് വളരെ പ്രസിദ്ധമായ ഒരു നാടൻ പാട്ടുണ്ട്. കേരളത്തിൽ നൂറ്റാണ്ടുകളായി പാടിപ്പതിഞ്ഞ ധാരാളം നാടൻ പാട്ടുകൾ ഉണ്ടെങ്കിലും അവയെക്കുറിച്ച് എത്രമാത്രം പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള പ്രശ്നം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ശങ്കരാചാര്യനും ചണ്ടാളനും തമ്മിലുണ്ടായ ഒരു സംവാദം, ആ സംവാദത്തെയാണ് വളരെ അലങ്കാരികമായി നാങ്കളെ കുത്തിയാലും ചോര തന്നെ ചുവറേ, ചുവറേ എന്ന് പറയാം യജമാനൻ, നിങ്ങളെ കുത്തിയാലും ചോര തന്നെ ചുവറേ, എൻ്റെ കുത്തിയാലും നിങ്ങളെ കാലി കൈയും മുറിഞ്ഞാലും ചോരയ്ക്കൊരു നിറമാണ് എന്ന് എത്രയോ നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ നാടൻ പാട്ടുകളിൽ പാടിപ്പതിഞ്ഞതാണ്. ആ നാടൻ പാട്ടുകളിൽ മാത്രമല്ല, ഏറ്റവും കൂടുതൽ അടിമകളുടെ അല്ലെങ്കിൽ പണിയെടുക്കുന്നവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നെഞ്ചകം പൊട്ടി പാടിയ പാട്ടുകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ നാടൻ പാട്ടുകൾ. ആ നാടൻ പാട്ടുകളിൽ നൂറുകണക്കിന് നാടൻ പാട്ടുകളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് സമയം അതല്ലാത്തത് കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാണ്. എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടൽ, മാറടാ മാറടാ നീ മാറടാ, മാറങ്ങോട്ട് മാറടാ, ആകാശത്തമ്പെയ്താൽ ആകാശം തുളയുമോ, പിന്നെ എന്തു തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടല്, തീണ്ടലിന് രാമേത കറുപ്പാണോ വെളുപ്പാണോ. ഇതൊരു വലിയ നാടൻപാട്ടിൻ്റെ ആണ്. അപ്പോൾ തീണ്ടൽ, അത് ചില ആളുകളിപ്പം എന്തു നല്ല തീണ്ടലാണെന്നൊക്കെ പാടുന്നവരുണ്ട്, അവന് ഭാര്യ അറിയാത്തതാണ്. കാരണം തീണ്ടലിനെതിരെയും അയിത്തത്തിനെതിരെയും ജാതിക്കെതിരെയും കേരളത്തിലെ പണിയെടുക്കുന്നതിൻ്റെ ശബ്ദമായിരുന്നു യഥാർത്ഥത്തിൽ നാടൻപാട്ട്. അതിൽ പ്രണയമുണ്ട്, അതിൽ മറ്റ് പ്രശ്നങ്ങളുണ്ട്, സ്ത്രീയുടെ പ്രശ്നങ്ങളൊക്കെയുള്ള പോലും വളരെ മുഴച്ചു നിൽക്കുന്നത് അയിത്തത്തിനെതിരായിട്ടുള്ള അടിമ പ്രതിരോധമായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനൊക്കെ മുമ്പുണ്ടായ ചെങ്ങന്നൂരാദി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ പാട്ടുകളുണ്ട്. ചെങ്ങന്നൂരാദി, പക്ഷേ നമ്മുടെ ആളിൽ എത്ര പേര് ഇതൊക്കെ ഗവേഷണം ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ചെങ്ങന്നൂരാദിയിലെ ഒരു പറയനാണ് കഥാനാഥൻ. അദ്ദേഹം ഇങ്ങനെ പടയാളിയുടെ വേഷം കെട്ടി ഇറങ്ങി തമ്പുരാനുമായിട്ടൊരു യുദ്ധം ഉണ്ടാകുന്നു. ആ യുദ്ധം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുന്നവരുണ്ട്, ഞാനിത്ര താഴ്ന്നവനാണെന്ന് ആര് പറഞ്ഞു, എന്നോട് കളിക്കരുത്, ഇത് ചെങ്ങന്നൂർ കുഞ്ഞൻ, എന്നോട് കളിച്ചാൽ നാഴി ചോരയ്ക്ക് ഛേദം. ഇതാണ് വളരെ കൃത്യമായി തമ്പുരാനോട് പറയാണ്, എന്നോട് കളിക്കരുതേ, എന്നോട് കളിച്ചവരാരും അതാ നാഴി ചോരയ്ക്ക് ചേരാം. അത്രമാത്രം ശക്തമായി ജാതി പ്രാമാണ്യത്തിനെതിരെ പിണർന്ന ഒരു ചരിത്രം കേരളത്തിലെ നാടൻ പാട്ടുകളുടെ ചരിത്രത്തിലുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ നമ്മളിപ്പോൾ അമ്പല കവിതകളായി അല്ലെ അമ്പലപ്പാട്ടുകളാക്കി നമ്മുടെ പുതിയ നാടൻ പാട്ടുകാർ അവതരിപ്പിക്കുക. യഥാർത്ഥത്തിൽ അവർക്ക് അതിൻ്റെ ശബ്ദം മനസ്സിലാവുന്നില്ല, എൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെയാണ് പൊയ്കേലപ്പച്ചൻ്റെ പാട്ടുകൾ. പൊയ്കേലപ്പച്ചൻ്റെ പാട്ടുകൾ കുറേ കൂടി ജനകീയമായിട്ടുള്ള മതത്തിനും ജാതിക്കും ദൈവത്തിനുമെതിരായിട്ടുള്ള പാട്ടുകൾ. പക്ഷേ ആ പൊയ്കേലപ്പച്ചനെ പിടിച്ചപ്പോൾ ദൈവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ഗതികേട് അതാണ്. എല്ലാത്തിനെയും സംഘപരിവാരത്തിൻ്റെ ആത്മീയ പരിപ്രേക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഒടിച്ചു കൂട്ടാൻ പറ്റുമെന്നതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പുറത്താക്കപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അതിൻ്റെ ആ നാടൻ പാട്ടുകളുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടുള്ള ജാതി പ്രതിരോധത്തിൻ്റെ പ്രതിനിധിയാണ് വേടൻ എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. വേടൻ ഒരു വ്യക്തിയാണ് എന്നതിനപ്പുറത്തേക്ക് വേടൻ ഒരു പ്രസ്ഥാനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിത് ആഗ്രഹം. എന്തുകൊണ്ടാണ് വേടൻ തൻ്റെ പുതിയ സംഗീതം, നാടൻ പാട്ടുകളുടെ പഴയ ശീലുകളെയും അതിൻ്റെ സംഗീതത്തെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് റാപ്പ് സംഗീതത്തിലേക്ക് വേടൻ വന്നത്? എന്താണ് റാപ്പ് സംഗീതം എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് പ്രസംഗമോ താളാത്മക സംസാരവും തെരുവ് ഭാഷ എന്നിവ ഉൾപ്പെടുന്ന വളരെ വോക്കൽ ഡെലിവറിയാണ് ശരിക്കും റാപ്പ് സംഗീതം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ കർണാടക സംഗീതമാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ ഉടനെ കർണാടക സംഗീതം, ഉദാത്തമായ ദൈവിക ഭാഷ, ദൈവസംഗീതം, ദേവസംഗീതം എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഒരു കുന്തവുമല്ല എന്നും തെരുവിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ അവൻ്റെ അംഗവിക്ഷേമങ്ങൾക്കും അവൻ്റെ ഭാഷയ്ക്കും അവൻ്റെ പ്രസംഗത്തിനും അവൻ്റെ താളങ്ങൾക്കും അനുസരിച്ചാണ് അവൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്നതിൽ നിന്നാണ് റാപ്പ് സംഗീതം. അതായത് ജമൈക്ക സംഗീതജ്ഞനായ DJ കൂൾ എന്ന് പറയുന്ന ആള് 70കളിലും 80കളിലുമാണ് റാപ്പ് സംഗീതം ഉണ്ടാകുന്നത്. ആ റാപ്പ് സംഗീതത്തെ ലോകമെമ്പാടും ഏറ്റെടുക്കുകയും ഒട്ടേറെ റാപ്പ് സംഗീതജ്ഞന്മാരുണ്ടാവുകയും അധികമാരും അറിയപ്പെടാതെ കിടന്ന സംഗീതത്തെ പുതിയ തെരുവ് സംഗീതങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവന്ന, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രംഗത്ത് ഉയർത്തു വന്ന ഒട്ടേറെ സംഗീത മേഖലകളെയാണ് ഈ റാപ്പ് സംഗീതം എന്ന് പറയുന്നത്. യൂറോപ്യൻ തെരുവുകളിലെ ഹിപ് ഹോപ്പ് സംഗീതത്തെ, ആ സംഗീതത്തിൽ നിന്ന് ആണ് യഥാർത്ഥത്തിൽ റാപ്പ് സംഗീതം വളരുന്നത്. അത് സ്വാഭാവികമായും അടിയാളന്മാരുടെ, തെരുവ് ജീവികളുടെ അവരുടെ ഭാഷയും സംസ്കാരവും
എല്ലാം ഉൾപ്പെടുന്ന സംഗീതമാണത്. ആ സംഗീതത്തെ വേടൻ ഏറ്റെടുത്തു എന്ന് പറയുന്നത് വെറുതെയല്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അടിയാളവർഗത്തിൻ്റെ അടിമകളുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നു. ഇത് പറയുമ്പോൾ വളരെ സ്വാഭാവികമായും നമ്മുടെ ഉയർന്ന ഒരു വലിയ ശബരി പറഞ്ഞതുപോലെ വലിയ പാരമ്പര്യത്തിൻ്റെയും പാവനത്വത്തിൻ്റെയും ആര്യവൽക്കരണത്തിൻ്റെയും സംഘപരിവാരത്തിൻ്റെ പുതിയ അവതാര പുരുഷന്മാർ എന്തോ മഹത്തായ ഒരു പാരമ്പര്യം, മഹത്തായ ഒരു ദേശീയത, മഹത്തായ രാജ്യസ്നേഹമൊക്കെയുള്ള വലിയ ബൃഹത്തായ ഒരു രാജ്യമാണ് ഇന്ത്യ. കേരളം എന്ന് പറഞ്ഞാൽ ചുമ്മാ പച്ച നുണയാണ്. ഇന്ത്യക്ക് അങ്ങനെ ഒരു കുന്ത പാരമ്പര്യമില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോഴും അടിമത്തം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ബോണ്ടഡ് ലേബേഴ്സായിട്ടും കരാർ പണിക്കാരായും ഇപ്പോഴും അടിമത്തം കേരളത്തിൽ പോലും നിലനിൽക്കുന്നു എന്നുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഈ ദേശസ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുന്നത് പഞ്ചപുച്ഛമാണ് എന്ന് വേടൻ പ്രഖ്യാപിക്കുന്നു എന്നതാണ് വേടൻ്റെ രാഷ്ട്രീയ പ്രത്യേകത. വേടൻ്റെ ആദ്യത്തെ ആൽബത്തിൻ്റെ പേര് തന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നാണ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്നാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാട്ട് വാടാ വേട എന്ന പാട്ട് തുടങ്ങുന്ന പാട്ട്, കാട്ടുമരത്തിൻ്റെ മരം മുറിഞ്ഞ് കാക്കിഭൂതങ്ങൾ തലനിറഞ്ഞ് യന്ത്രത്തോക്കുകൾ മന്ത്രബോധുമ്പോൾ അമ്മ കിളി കരഞ്ഞ്. വളരെ അർത്ഥവത്തായി, എനിക്ക് പാടാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ പാട്ട് പറയുകയാണ്. ഓരോ ചെടിക്കും ഓരോ ഇലയും, അതിൽ വേരോടും നീരിനും ഒരു ഉയിർ, മനിതൻ ഉയിരും ഒരുപോലല്ലേ, അത് പുരിയാതെ നീളല്ലേ. മനുഷ്യൻ്റെ തുല്യതയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. വളരെ കൃത്യമായി മുത്തങ്ങ സമരത്തെയും ആ മുത്തങ്ങ സമരത്തെ പോലീസ് നേരിട്ട ഭരണകൂടം നേരിട്ടതിനെയും എതിരെയാണ് വേടൻ ഈ പാട്ട് പാടുന്നത്. കാട്ടുമരത്തിൻ്റെ മനമുറിഞ്ഞ് കാക്കിഭൂതങ്ങൾ വലനിറഞ്ഞ് യന്ത്രത്തോക്കുകൾ മന്ത്രബോധുമ്പോൾ അമ്മക്കിളി കരഞ്ഞ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ നൂറുകണക്കിന് സാഹിത്യകാരന്മാരിൽ ഏതെങ്കിലും ഒരുത്തൻ ഇന്ന് വരെ മുത്തങ്ങയിൽ നടന്നത് മനുഷ്യത്വഹീനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടോ? 140 പേര് കേരളത്തിന്റെ നിയമസഭയിൽ ഇരിക്കുന്ന സമയത്താണ് മുത്തങ്ങയിൽ വെടിപൊട്ടുന്നത്. ഏതെങ്കിലും ഒരുത്തർ ഒരു MLA അവിടെ എഴുന്നേറ്റ് നിന്ന് ഇത് തെറ്റിപ്പോയി, കടമ്മിനിട്ട രാമകൃഷ്ണൻ അടക്കമുള്ളവര് ആ അസംബ്ലിയിൽ ഇരിപ്പുണ്ട്. നിങ്ങളോർക്ക് നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് പാടി കേരളത്തിലെ തെരുവുകളിലെ സംഗീതം ഉയർത്തിയ ആ കടമ്മിനിട്ട പോലും എഴുന്നേറ്റ് നിന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നിടത്താണ് വേടൻ എന്ന് പറയുന്നത്. അമ്മക്കിളി കരഞ്ഞത് മാത്രമല്ല, തോളോട് തോള് ചേർന്ന് പോരാടിടാം, തീയായിടാം. അതുപോലെ ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകയില്ല. ഇതാണ് വേടൻ്റെ സംഗീതം. എത്രമാത്രം പ്രതിഷേധമാണ് ആ മുത്തങ്ങ സമരത്തോട് എടുത്ത പ്രതിഷേധം എത്രയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും എന്ന് പറയാൻ നമുക്ക് സമയമില്ലെങ്കിലും നീർനിലങ്ങളിൽ എന്നുള്ളതിൻ്റെ കവിതയിലാണ് ഞാൻ പാണയനല്ല, ഇതുള്ള പ്രസിദ്ധമായ പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ ഒരു മൈരുമില്ല എന്ന് പറയുന്നത്. അതിനകത്ത് തുടർന്ന് പറയുന്നു, ഇനിയും കാലമില്ല, കാത്തിരിക്കാനാവതില്ല, പുറത്തു പോകാൻ സമയം ഇത്തിരി ബാക്കിയില്ല, എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത്, നീ തരാൻ മടിച്ച ഞങ്ങളേറെ കൊതിച്ച അതിലെ എത്ര പേർ മരിച്ചു, കണ്ടു കണ്ടു നീ ചിരിച്ചു. എനിക്കല്ല ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ്? കേരളത്തിലെ അടിമകളെ കുറിച്ചാണ്, കേരളത്തിലെ ചേരിനിവാസികളെ കുറിച്ച്, കേരളത്തിലെ ആദിവാസികളെ കുറിച്ച്, ഭൂമിയില്ലാതെ ഇന്നും പുറത്താക്കപ്പെടുന്ന ആ ജനതയോടാ പറയുന്നത്. കാത്തിരിക്കാനാവതില്ല, പുറത്തു പോകാൻ സമയം ഇത്തിരി ബാക്കിയില്ല, എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത്, നീ തരാൻ മടിച്ച ഞങ്ങളേറെ കൊതിച്ച അതിലേറെ എത്ര പേർ മരിച്ചു, കണ്ടു കണ്ടു നീ ചിരിച്ചു. ഇതിൽ കൂടെ എന്താ ഒരു ഭരണകൂടത്തൊരു കേരള കലാകാരൻ പറയുന്നത്? ഞങ്ങളെ വെടിവെച്ചിട്ടപ്പോൾ നിങ്ങൾ ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ സാഹിത്യകാരന്മാരോടുമാണ്, കേരളത്തിലെ സാംസ്കാരിക പ്രതിഭകളോടാണ്, കേരളത്തിലെ രാഷ്ട്രീയ പ്രതിഭത്തോടാണ് പറയുന്നത്. അധികാരമെന്ന് പറയുന്നത് അതിൽ രാഷ്ട്രീയമല്ല എന്നും അദ്ദേഹം തുറന്നു പറയുന്നു. അതിജീവനമാണ് പ്രശ്നം, അധികാരമല്ല ഞങ്ങൾക്ക് വേണ്ടത്. വേടൻ പാടുന്ന ഒരിക്കലും അധികാരത്തെക്കുറിച്ചല്ല, ഈ ജനതയുടെ അതിജീവനം എന്ന പ്രശ്നമാണ് വേടൻ പാടുന്നത്. അതുകൊണ്ട് പറഞ്ഞു, കാട് കട്ടവൻ്റെ നാടിൽ ചോറ് കട്ടവൻ മരിക്കും. ഇത്ര കൃത്യമാണല്ലേ? മധുവിനെ കുറിച്ചാണ്. ഒരു നുള്ള് അരി മോഷ്ടിച്ചതിന് ഒരു സമൂഹം മധുവിനെ പിടിച്ച് തല്ലിക്കൊന്നപ്പോൾ ആ തല്ലിക്കൊന്നയിലുള്ള വേടന്റെ പ്രതിഷേധമാണ് പറഞ്ഞത്. കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും. കാട്ട് കള്ളന്മാർ എത്രയോ നമ്മുടെ രാജ്യത്തുണ്ട്. ഒരുത്തനെങ്കിലും ജയിലിൽ കിടപ്പുണ്ടോ? ഒരുത്തനെങ്കിലും ജയിലിൽ കിടപ്പുണ്ടോ? ഒരുത്തനെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാട്ടുകള്ളൻ കോടികൾ കെട്ട രാജ്യം മുട്ടിച്ച അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിച്ച അല്ല സ്വത്ത് അപഹരിച്ച ഏതുവനുമില്ല. പക്ഷേ അവിടെ പ്രതിഷേധിച്ച് ഒരു നുള്ള് അരിയെടുത്തവൻ കൊല്ലപ്പെട്ടു. ഇന്നലെ അതല്ല, കഴിഞ്ഞ ആഴ്ച വീണ്ടും സംഭവിച്ചു. അതേ അട്ടപ്പാടിയിൽ ബിനു എന്ന് പറയുന്ന ഒരു ആദിവാസിയെ കെട്ടിയിട്ട് മർദ്ദിച്ചു. നോക്കണം, ആലോചിക്കുക, ഇതിനൊന്നും അവസാനമില്ല. ഇതൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ കൃത്യമായും അടിമക്കപ്പെടുന്ന ഒരു സമൂഹത്തിനോടുള്ള തൻ്റെ പ്രതിഷേധം, ഒരു സമൂഹം എന്നതിലുള്ള പ്രതിഷേധമാണ് വേടൻ വെക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ആൽബം ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ആൽബമാണ്. അതിൽ നോക്കുക, നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിലങ്ങളായിരം വേലി തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ച അത്ര പേര്, മുതുകുകൂനി തലകൾ താട് കുനിഞ്ഞത് എത്ര നാൾ. ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. മുതുകു കൂനിയത് ആരുടെയാണ്, തല തിരിഞ്ഞത് ആരുടെയാണ്, ആ തലയ്ക്ക് മീലെ അധികാരം സ്ഥാപിച്ചത് ആരാണ് എന്ന് വളരെ കൃത്യമായി ഭൂമിയുടെ രാഷ്ട്രീയത്തെ അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. ഭൂമിയുടെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടാണ്. ജാതിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ചർച്ചയെത്തുന്നത് ഭൂമിയുടെ രാഷ്ട്രീയമാണ്. ആ ഭൂമിയുടെ രാഷ്ട്രീയമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, വേടൻ്റെ ഒരു പ്രത്യേകത, വേടൻ ദലിതരെക്കുറിച്ച് മാത്രമല്ല പാടുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തീരദേശത്തെ ജനങ്ങളെക്കുറിച്ച് ഇന്ന് വരെ ആരും പാടാത്തതാണ്. തീരദേശത്തും ദലിതരുണ്ട്. തീരദേശവാസികളെന്ന് പറയുന്നത് 6 മാസം നാട്ടിലും 6 മാസം അഭയാർത്ഥികളുമായി മാറിപ്പോകുന്ന, കടല് ക്ഷോഭിക്കുമ്പോൾ അഭയാർത്ഥികളായി മാറുന്ന തീരദേശത്തെ ജനങ്ങൾ, അവരുടെ ജീവിതത്തിൽ എന്ത് സുരക്ഷിതമാണ് നമ്മുടെ സർക്കാർ കൊടുക്കുന്നത്? അല്ലെ മലയോരങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ലായങ്ങളിൽ താമസിക്കുന്ന അടിമകളുടെ ജീവിതത്തെ എത്ര പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്നത്? തീരദേശത്തെ ആ ജനതയെക്കുറിച്ചും വേടൻ പാടുന്നു. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണുനീരിലല്ലേ അവളെല്ലാം കട്ടത്, കടലല്ല കരയല്ല കണ്ടത്, കടലിൻ്റെ മക്കളാണ് ഞങ്ങൾ എന്ന് ആരെക്കുറിച്ച്? തീരദേശത്ത് പറയുന്നു. കാറ്റിൽ മീന് മണക്കും, നടുക്കടലിൽ കൊണ്ടാൽ കാറ്റിൽ ചോരമണക്കും, കടൽ കാരണമല്ലോ അതോ ഇരയാകുമോ, കടലിൽ വരച്ച വരയാകുമോ. ഒരു ജനതയുടെ ജീവിതമാണ് കടലിൽ വരച്ച വര പോലെയാണ് അവരുടെ ജീവിതം. കടലിൽ കുരുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ, കടൽ മീനാണോ, നാളെ കര പോയി വരുന്നതും ഞാനാണോ അതോ നീയാണോ. ഇത്രയേ ഉള്ളൂ. അതേ തീരദേശ ജനതയുടെ അവൻ്റെ അസ്തിത്വം എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. കടലിൽ കിടക്കുന്ന മീന് പോലെയാണ്. എപ്പോൾ പിടിക്കപ്പെടും, എപ്പോൾ നശിപ്പിക്കപ്പെടും, എപ്പോഴും ഇല്ലാതെയാക്കപ്പെടും, അവിടെ എപ്പോഴാണ് ചോര കിനിയുന്നത് എന്ന് പറയാൻ കഴിയാത്ത അനിശ്ചിതത്വത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചാണ് വേടൻ അവിടെ പാടുന്നത്. ഇതുവരെ ആരെങ്കിലും കടലിലെ മക്കളെക്കുറിച്ച് പാടിയിട്ടുണ്ടോ? നമ്മൾ ചെമ്മീൻ നോവലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ മനോഹരമായ ആവാസ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മുടെ ടൂറിസ്റ്റ് മേഖലകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് കടലിൻ്റെ മക്കളെക്കുറിച്ചൊരു കാവ്യം ഇറങ്ങിയിട്ടുള്ളത്? ഏത് കവിയാണ് കടലിലെ മക്കളെക്കുറിച്ച് പാടിയിട്ടുള്ളത് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാകുമ്പോഴാണ് വേടൻ നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. കാട്ടുവാസികളെക്കുറിച്ചും പറയുന്നു. ഇനി തീരദേശത്തെ ജനങ്ങളെക്കുറിച്ചല്ല, കാട്ടുവാസിയെക്കുറിച്ച് പറയുന്നു. ഞാൻ എൻ്റെ വന്യതയിൽ ആനയെപ്പോൾ അലഞ്ഞു, വാരിക്കുഴിയതിൽ വീണു മനം മുറിഞ്ഞു, നാട്ടുമൃഗങ്ങളാൽ നായാടപ്പെട്ടു, കാട്ടിൽ യന്ത്രങ്ങൾ മുരണ്ടു, ജന്തുക്കൾ വിരണ്ടു, അമ്മ കാത്തുനിന്നു. നോക്കൂ, കാട്ടിലേക്ക് യന്ത്രങ്ങൾ വന്ന് ആ വനനശീകരണത്തിൻ്റെ അതിഭീകരമായ രാഷ്ട്രീയത്തെ വളരെ ലളിതമായ ഭാഷയിൽ വേടൻ അവിടെ പറയുന്നു. ഇന്നിങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാടുന്നു. എന്തിന്? സംഘികളാൽ വേട്ടയാടപ്പെട്ട ആസിഫ എന്ന 13 വയസ്സുകാരി പെൺകുട്ടിയെക്കുറിച്ച് പോലും വേടൻ പാടുന്നു. നിന്നര ഉടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു എന്നാണ്. എത്ര 2 വരിയിൽ എത്ര വലിയൊരാശയാണ് പറയുക. 13 വയസ്സുള്ള ആസിഫയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നത് ഒരു ക്ഷേത്രത്തിനുള്ളിൽ വെച്ചാണ്. അവിടെയാണ് വേടൻ പറയുന്നത്, നിന്റെ അര ഉടയ്ക്കാൻ വന്നവരുടെ കാവലിരുന്നത് ദൈവമാണ് എന്ന് പറയുമ്പോൾ ഇതിൽ പരം ഒരു ഭാഷയെ 2 വരിയിൽ എത്ര മഹത്തായൊരു സന്ദേശമാണ്. ദൈവത്തിൻ്റെ നാസ്തികതയുടെ എത്ര ഉന്നതമായൊരു സന്ദേശത്തിലേക്കാണ് വേടൻ പോകുന്നത് എന്ന് മനസ്സിലാവുന്നു. എന്തിന്? നമുക്കറിയാം, വംശഹത്യാഭീഷണി മുടങ്ങിയ ആ സിറിയൻ കലാപത്തിൽ, അല്ലെങ്കിൽ കടലിൻ്റെ തീരത്ത് അടിഞ്ഞുപോയ ഐലൻ കുർദി എന്ന് പറയുന്ന 4 വയസ്സുകാരനായ കുട്ടിയെക്കുറിച്ച് നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൽ ആഴമടന്നു എന്നാണ് പറയുന്നത്. അത്രമാത്രം വേടൻ്റെ വീക്ഷണം ഒരു തലമുറയിലെ ഒരു ജനതയുടെ ഒരു വംശീയതയുടെ മേഖലയിലേക്ക് പോലും വേടൻ്റെ വീക്ഷണം എത്തുന്നു എന്നതുകൊണ്ടാണ് നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൽ ആഴമളന്നു എന്ന് പറയുന്നത്. പിന്നെ ഒട്ടേറെ ഞാൻ അതിലേക്കെല്ലാം വരുന്നില്ല. അങ്ങനെ കപടദേശീയതയുടെ നാളുകളെക്കുറിച്ചും അതിങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഒട്ടേറെ കേരളത്തിലെയോ അല്ലെന്ന ഇന്ത്യയിലെയോ ഒരു സർവ്വദേശീയമായി ഒരു ജനത നേരിടുന്ന പ്രശ്നങ്ങളെ വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ വേടന് കഴിയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതാ വേടൻ്റെ കവിതകളെക്കുറിച്ച്. ഇനി വേടൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. എന്താണ്? വേടൻ പറഞ്ഞു, എനിക്ക് രാമനെ അറിയില്ല എന്ന്. അതിനെതിരെ ഒത്തിരി വീഡിയോകൾ വന്നു, അതിനെത്ര കലാപം വന്നു. വേടന് രാമനെ അറിയാൻ മേലഞ്ഞിട്ടല്ല, രാമനെ അറിയില്ല. പക്ഷേ രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ, ഇന്ത്യൻ ഫാസിസത്തിൻ്റെ പ്രതീകമായിട്ടാണ് രാമനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് പറയേണ്ടത്. 1980 വരെ രാമൻ ഒരു പുരാണ കഥാപാത്രമായിരുന്നു ഇന്ത്യയിൽ. 84 BJP അധികാരത്തിൽ 2 സീറ്റുമായിട്ട് വരുന്ന BJPക്ക് അല്ല സംഘപരിവാരത്തിന് അത് ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ അവരുപയോഗിച്ച ഏറ്റവും നല്ല പ്രതീകമായിരുന്നു രാമൻ. അയോധ്യയിലെ രാമൻ എന്ന് പറയുന്നത്. ആ അയോധ്യയിലെ രാമൻ മനുഷ്യനായി, ദൈവമായി,
ആ രാമൻ ഒരു കഥാപാത്രം എന്ന അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ഉപാധിയായി മാറിയത് യഥാർത്ഥത്തിൽ BJPയുടെ രാഷ്ട്രീയത്തിലൂടെയാണ്. രാമൻ ഒരു ദേശീയ ചിഹ്നമായി. ആ ദേശീയ ചിഹ്നത്തെ അവരവതരിപ്പിച്ചപ്പോൾ അന്ന് അതിനെ എതിർക്കാൻ കേവലം കുറച്ച് യുക്തിവാദികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, കേരളത്തിലെ ബുദ്ധിജീവികൾ ചെയ്തൊരു കളി എന്നാണെന്നറിയാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നുണ്ട്. കേരളത്തിലെ പ്രഭാഷണ വേദികളിൽ അക്കാലത്ത് ഇടതുപക്ഷം വളരെ കൃത്യമായി അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട്. രാമൻ മര്യാദാ പുരുഷനാണ് എന്ന് പറഞ്ഞു. പുസ്തകം എഴുതിയ ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. രാമനെ ഇടതുപക്ഷക്കാരനാക്കി, രാമനെ മനുഷ്യാവതാരമല്ല മനുഷ്യപക്ഷ കഥാനുകായിയായ മര്യാദാ പുരുഷോത്തമനായ ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് BJPയുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ എന്ന് പറഞ്ഞായിരുന്നു ഈ 100 കണക്കിന് വേദികളിലെ ഇടതുപക്ഷക്കാരും നമ്മുടെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ പ്രസംഗിച്ചത്. ആ രാമനെ അയോധ്യയിലൂടെയാണ് സംഘപരിവാർ അധികാരത്തിൽ വന്നതുകൊണ്ട് ആര്യാവർത്തത്തിൻ്റെ രാമനെ എനിക്കറിയില്ല എന്നാണ് വേടൻ പറഞ്ഞത്. എനിക്ക് രാവണനെ അറിയാം. ദ്രാവിഡ സംസ്കാരത്തിൻ്റെ രാമൻ്റെ എതിരാളിയാകാൻ പോലും കഴിയും. രാമനേക്കാൾ എത്രയോ മഹത്തായ പാരമ്പര്യമുള്ള ഗുണവിശേഷങ്ങളുള്ള രാവണനെ എനിക്കറിയാമെന്നാണ് വേടൻ പറയുന്നത്. രാമൻ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടാണ് രാജാവാകുന്നതെങ്കിൽ ആ രാമൻ്റെ ഭാര്യയെ 10-15 സ്ത്രീകൾക്കിടയിൽ സംരക്ഷിച്ചവരാണ് രാവണൻ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രാമൻ ശൂർപ്പണഖയുടെ മൂക്കും മുലയും എറിഞ്ഞവനാണെങ്കിൽ ഒരിക്കൽ പോലും സീതയുടെ മേത്തൊരു വിരൽ വെച്ചിട്ടില്ലാത്ത രാവണനെങ്കിൽ ആ രാവണൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രതീകമാണെന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നമുക്കിത് മനസ്സിലാക്കാൻ വളരെ താമസിച്ചു പോയി. നമ്മൾ അറിഞ്ഞുമറിയാതെയും രാമനെയും കൃഷ്ണനെയും കുറിച്ച് ഇപ്പോഴും കവിത എഴുതുന്ന വിദ്യാസുരന്മാരുണ്ട്. കൃഷ്ണലീലകളെക്കുറിച്ച്, രാധാമാധവ സ്നേഹത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, രാമൻ്റെ ത്യാഗത്തെക്കുറിച്ചൊക്കെ എന്തൊരു മണ്ടത്തരമാണ്. വാൽമീകിയുടെ രാമൻ മനുഷ്യനാണ്, ഒരു സങ്കല്പമാണ്. മനുഷ്യൻ പൂർണ്ണനാണോ എന്ന ചോദ്യത്തിന് പൂർണ്ണനല്ല എന്ന് വാൽമീകി പറയുകയാണ് രാമായണത്തിലൂടെ. യുദ്ധം പരിഹാരമല്ല എന്ന് പറയുകയാണ് മഹാഭാരതത്തിലൂടെ. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മൾ അയോധ്യയിൽ രാമൻ ജനിച്ചു, രാമൻ ഇങ്ങനെ അതിലേക്ക് പോകുന്ന നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പം അത്തരം ഒരു രാമനെ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. മര്യാദാ പുരുഷോത്തമനായ ഒരു രാമൻ ഇല്ല എന്നതും, അങ്ങനെ രാമരാജ്യത്തിനെതിരായ, ആര്യവാദത്തിനെതിരായ, ബ്രാഹ്മണവാദത്തിനെതിരായ ഉജ്ജ്വലമായൊരു മുദ്രാവാക്യമാണ് എനിക്ക് രാമനെ അറിയില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാറുകൾക്ക് ഇത് വലിയ പ്രശ്നം, വേടൻ എതിരാളിയായി മാറിയത്. രാവണനെ വേടൻ മാത്രമല്ല ആദ്യം ഉയർത്തുന്നത്. രാമനെ നിഷേധിച്ചുകൊണ്ട് രാവണനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളുണ്ട്, പെരിയോർ EV രാമസ്വാമി. തമിഴ്നാട്ടിൽ രാമൻ്റെ വിഗ്രഹങ്ങൾ തച്ചുടച്ചുകൊണ്ടാണ് പെരിയോർ ദ്രാവിഡ പ്രസ്ഥാനം ഉണ്ടാക്കിയത്, യുക്തിവാദ പ്രസ്ഥാനം ഉണ്ടാക്കിയത്, നാസ്തിക പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അതുപോലെ മറ്റൊരാൾ കൂടിയുണ്ട്. ആ മറ്റൊരാൾ സാക്ഷാൽ അംബേദ്കറാണ്. രാമനും കൃഷ്ണനും പ്രഹേളിക എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച് നിശ്ചിതമായി അതിനെ നിഷേധിച്ചുകൊണ്ട്, ഭഗവത്ഗീതയുടെ രാഷ്ട്രീയത്തെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം രാവണനെക്കുറിച്ച് പറഞ്ഞു, രാമനെ എതിർത്തു. മറ്റൊരാളുണ്ട് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ മഹാത്മാഗാന്ധി രാമനെക്കുറിച്ച് പ്രസംഗിക്കുന്ന വേദിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ രാമനെക്കുറിച്ചല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ. മദൻ മോഹൻ മാളവിയ രാമരാജ്യം പ്രസംഗിക്കാൻ പറയുമ്പോൾ രാമന് കീജയ് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ രാവണന് കീജയ് വിളിക്കുമെന്ന് പറഞ്ഞാണ് സഹോദരൻ അയ്യപ്പൻ. മദൻ മോഹൻ മാളവിയയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആളാണ്. അപ്പം ഇങ്ങനൊരു പാരമ്പര്യം കേരളത്തിലുണ്ട്. നാസ്തികതയുടെ അല്ലെ ഭൗതികതയുടെ ഈ പാരമ്പര്യത്തെയാണ് വീണ്ടും വേടൻ്റെ പാട്ടുകളിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി യുക്തിവാദത്തിന് നാസ്തികതയുടെ പുതിയ രൂപമാണ്. അതുകൊണ്ട് തന്നെയാണ് ശശികലയെ പോലുള്ള ആളുകൾക്ക് എന്ത് ചെയ്തത്, ആ ശരീരം ഉലഞ്ഞത്, അവർ തെറി വിളിച്ചത്. ശശികല ആരുടെ പ്രതീകം? ശശികല കൃത്യമായി ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ, ഇന്ത്യയിലെ രാമൻ്റെ, ബ്രാഹ്മണ്യത്തിൻ്റെ, രാഷ്ട്രവാദത്തിൻ്റെ, പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിൻ്റെ, ആ വാക്ക് പറയുന്നതായിരിക്കും ഏറ്റവും ശരി. പൊളിറ്റിക്കൽ ഇസ്ലാം, ഇപ്പോൾ മതമൊക്കെ പോയി, മതത്തിൻ്റെ ആത്മീയതയ്ക്ക് അപ്പുറത്തേക്ക് അതൊക്കെ പൊളിറ്റിക്കൽ ശക്തി. അതിന് പൊളിറ്റിക്കൽ ഹിന്ദുവിൻ്റെ പ്രതീകം എന്ന നിലയിൽ നിന്നുകൊണ്ടാണ് ആ തള്ള, ഞാൻ അങ്ങനെ പറയട്ടെ, അവനെ വിളിച്ചത് കഞ്ചാവോളി എന്ന് വിളിച്ചത്. ആ ഒറ്റ വാക്കിലൂടെ അവരുടെ സംസ്കാരം എന്താണ് ഇന്ത്യൻ ആര്യവാദത്തിൻ്റെ സംസ്കാരമെന്ന് ആ ഒറ്റ വാക്കിലൂടെ അവതരിപ്പിച്ചു. ഒരു പരസ്യത്തിലേറെ ആളുകൾ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനെ കഞ്ചാവോളി എന്ന് വിളിക്കുക, എന്നിട്ട് മാത്രം പറയുകയാണ് നിങ്ങളുടെ കല അതല്ലല്ലോ, പാരമ്പര്യ കല. എന്ത് കുന്തം പാരമ്പര്യമാണ് ശശികലയ്ക്കുള്ളത്? സംഘപരിവാരത്തിന് എന്ത് പാരമ്പര്യമുള്ളത്? ആ പാരമ്പര്യം ഒന്നും പറയിപ്പിക്കരുത്. ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ വളരെ മ്ലേച്ഛമാണ്, വളരെ മോശമാണ് പാരമ്പര്യം. ഒരു പാരമ്പര്യവും ഇന്ത്യയിൽ മഹത്തെന്ന് പറയുന്ന ഒരു പാരമ്പര്യവും ഉള്ളത് മനുസ്മൃതിയുടെയും പരാശര സ്മൃതിയുടെയും അല്ലെ ഭഗവത്ഗീതയുടെയും ഭീകരതയുടെ അടിമത്തത്തിൻ്റെ പാരമ്പര്യം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ വീടുകളിലേക്ക് ശശികളെ വല്യമ്മയോട് ചോദിക്കണം. വീട്ടിൽ പട്ടതിരിപ്പാട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. എൻ്റെ ഒരു വീഡിയോ അതുമാത്രമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ട്. എന്തുകൊണ്ട്, എങ്ങനെയായിരുന്നു നമ്പൂതിരി തറവാടുകളിലെ പെണ്ണുങ്ങളുടെ ഗതികേട് എന്തായിരുന്നു എന്ന്. നമ്പൂതിരി പെണ്ണുങ്ങൾ 1931
ആദ്യം ബ്ലൗസ് ധരിക്കുന്നത്. 1914 പുലയ പെണ്ണുങ്ങൾ കേരളത്തിൽ ബ്ലൗസ് ധരിച്ചു. 25 നായർ പെണ്ണുങ്ങൾ ബ്ലൗസ് ധരിച്ചെങ്കിൽ 1931 മാത്രമാണ് നമ്പൂരി പെണ്ണുങ്ങൾ ബ്ലൗസ് ധരിച്ചത്. എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു, വി ടി ഭട്ടതിരിപ്പാട്, MRB, ആര്യവള്ളം, അതുപോലെ എത്രയോ മനുഷ്യർ നടത്തിയ ആ ഉജ്ജ്വലമായ, അതാണ് നിങ്ങളുടെ പാരമ്പര്യം. സ്വന്തം മക്കളെ പ്രസവിക്കാൻ കഴിയാത്തൊരു ജീവിതം, അങ്ങനെ മരിക്കുക അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അച്ഛനെ അച്ഛ എന്ന് വിളിക്കാൻ കഴിയാവുന്ന നെറുകെട്ട പാരമ്പര്യമാണ് ആര്യവാദത്തിൻ്റെ. ആ പാരമ്പര്യമാണ് കഞ്ചാവോളി എന്ന വാക്കിലൂടെ ശശികല മഠത്തിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ പാരമ്പര്യത്തിന് സംഗീതവും കവിതയും നിങ്ങളങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്നാണ് വളരെ കൃത്യമായി പറയുന്നത്. വളരെ കൃത്യം നമുക്കറിയാം, നിങ്ങളീ പറയുന്ന പാരമ്പര്യത്തെ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തല്ലേ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തത് നിങ്ങളാരുമല്ല, ഓറിയൻ്റലിസമാണ്, ഇൻഡോളജിയാണ്. മാക്സ് മുള്ളറും അതുപോലെ ഉള്ള ആളുകൾ, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ആണ് കൃത്യമായി ജോൺ ഡനെ പോലുള്ള ആളുകളാണ്, നീലിനെ പോലുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ട് ഇത് വലിയൊരു മഹത്തായ സംഭവമാണ് എന്ന് പറഞ്ഞ് എങ്ങാണ്ട് നൂറെ ഉപദേശത്തും വേദങ്ങളെല്ലാം പൊടി തട്ടി എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് ലോകത്തിലെ മുഴുവൻ സാധനം ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞു. ശാസ്ത്രം ഇരിപ്പുണ്ട്, സാങ്കേതിക ഇരിപ്പുണ്ട്, ആത്മീയതയുണ്ട്, ഭൗതികതയുണ്ട്, ഇന്ത്യയുടെ ഇതിനെയും കുഴിച്ചെടുത്താൽ ഒട്ടേറെ പാരമ്പര്യം വരും. അതേ കുഴിച്ചിനി എടുക്കരുത്. പുതിയ കുഴികൾ തേടിയെടുക്കുമ്പോൾ നമുക്കറിയാം ഉയർന്നു വരുന്നത് ദ്രാവിഡ സംസ്കാരത്തിൻ്റെ തെളിവുകളാണ് ഉയർന്നു വരുന്നത്. ആ ദ്രാവിഡ സംസ്കാരത്തെ ഇങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇന്ത്യയിൽ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ നിങ്ങൾ പറയുന്ന ദീപസ്തംഭങ്ങൾ സ്ഥാപിച്ചത് എന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. ആ പാരമ്പര്യം മൃത്തമായും നിശ്ചയമായും മനുസ്മൃതിയുടെ പാരമ്പര്യമാണ്. ഭൃഗു മനുവിൻ്റെ ധർമ്മസംഹിതയെ സമാഹരിച്ച ഭൃഗു അത് സുമതി ഭാർഗവൻ രചിച്ച വളരെ കൃത്യമായൊരു കൃതി, അത് പുഷ്യമിത്രൻ്റെ താല്പര്യപ്രകാരമാണ് ആ കൃതി എഴുതിയത്. ആ കൃതിയുടെ ലക്ഷ്യം സത്യമായിട്ടും ബുദ്ധനെ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു. കാരണം ബ്രാഹ്മണ മതത്തിൻ്റെ ഭീകരതകളെ തകർത്തുകൊണ്ട്, ഹിംസാത്മകമായ ബ്രാഹ്മണീയതയെ തകർത്തുകൊണ്ട് കൊല്ലരുതേ എന്നൊരു മുദ്രാവാക്യം ആദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉയർത്തുന്നത് ബുദ്ധനാണ്. കൊല്ലരുതേ. എന്തുകൊണ്ടാണ് കൊല്ലരുതെന്ന് ബുദ്ധൻ പറയാൻ കാരണം, അതുവരെ ഉണ്ടായിരുന്ന ബ്രാഹ്മണന്മാർ, പുരോഹിതന്മാർ ആയിരക്കണക്കിന് 10,000 മൃഗങ്ങളെയും മനുഷ്യരെയും മേധങ്ങളിലൂടെ കൊന്നൊടുക്കിക്കൊണ്ട് അവർ രാജ്യം സ്ഥാപിച്ചപ്പോൾ ആ മനുസ്മൃതിയുടെയും പരാശര സ്മൃതിയുടെയും പാരമ്പര്യം, അതായിരുന്നു ആ പാരമ്പര്യം സ്ഥാപിച്ചപ്പോൾ അവിടെയാണ് വളരെ കൃത്യമായി ബുദ്ധൻ പറഞ്ഞത് കൊല്ലരുത്. മനുഷ്യരാണ് നമ്മളെല്ലാവരും എന്നും ആദ്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ. അതുവരെ അവർക്കാർക്ക് ബ്രാഹ്മണരൊഴിച്ചാൽ ആരും മനുഷ്യരായിരുന്നില്ല. ആ മനുഷ്യത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്തിന് അവതരിപ്പിച്ചത് ഈ പറയുന്ന ബുദ്ധനാണ്. ആ ബുദ്ധനെ തകർക്കാൻ വേണ്ടിയായിരുന്നു ആര്യവംശം കൊണ്ടത്. അതിനുവേണ്ടി വളരെ കൃത്യമായി അവർ ഭഗവത്ഗീത എന്നൊരു കൃതി ഉണ്ടാക്കി. ഭഗവത്ഗീത ലോകത്തിലെ ഏറ്റവും മഹത്തായ സംഭവമാണ്. എന്തു മഹത്താണ് അതിനകത്ത് കുന്തോന്ന് എനിക്കറിയില്ല. ഇത് വായിക്കാത്ത കുറേ യോഗ്യന്മാർ നിന്നുകൊണ്ട് ഇതിനകത്ത് ലോകത്തിലെ മുഴുവൻ അറിവ് എന്താണ് പറഞ്ഞിട്ടുള്ളതും പറയാനുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഇനി അറിയാനുള്ളതുമായ മഹത്തായ കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് 100 തവണ ഒരു നുണ പറഞ്ഞാൽ നേരാകും എന്നതുകൊണ്ട് ആ ഭഗവത്ഗീതയുടെ സ്മൃതികളുടെയും കഥകൾ നമ്മുടെ മുന്നിൽ വെച്ചു. വേടൻ വളരെ കൃത്യമായി അറിയാം. വേടൻ അവതരിപ്പിക്കുന്നതും ശശികല പ്രതിരോധിക്കുന്നതും യഥാർത്ഥത്തിൽ എന്താണ്? ഇന്ത്യയുടെ ജാതി പ്രശ്നത്തെയാണ്. ഇന്ത്യയുടെ ജാതി പ്രശ്നം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് കടന്ന് പറഞ്ഞ് പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിയില്ല. ജാതി ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ജാതി ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് നമ്മുടെ ഭരണകൂടവും നമ്മുടെ എഴുത്തുകാരും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാരെ മനസ്സിലാക്കുന്നു, അന്ന് മാത്രമേ ജാതിക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ല ജാതി പോകണം, ആരും ജാതിയില്ല, ഞങ്ങൾക്കിടയിൽ ജാതിയില്ല എന്നൊക്കെ എല്ലാവരും ഗമയ്ക്കൊക്കെ സ്റ്റേജിൽ കയറി എന്ന് പറയും. നമുക്കിടയിൽ ജാതിയില്ല എന്ന് സ്റ്റേജിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ വീട്ടിൽ ജാതിയുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ജാതിയുണ്ടോ എന്നുള്ളത് നിങ്ങൾ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നതിനും മരണാനന്തരവും നിങ്ങൾ നടത്തുന്ന കർമ്മങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്കിടയിൽ ജാതിയുണ്ടോ എന്നുള്ളത്. ഇന്ത്യയിലെ ഭൂവുടമസ്ഥത പരിശോധിക്കുക. ഇന്ത്യയിലെ ഭൂമി ആരുടെ കയ്യിലാണ്? 15% വരുന്ന ഇന്ത്യയിലെ മുന്നോക്ക ജാതികളുടെ കയ്യിൽ 94% ഭൂമിയാണ് ഇരിക്കുന്നത്. 13.5% വരുന്ന പട്ടികജാതി പട്ടികവർഗക്കാരൻ്റെ കയ്യിലിരിക്കുന്നത് 1% ഭൂമിയാണ്. അല്ലല്ലോ, ഇതാ ജാതിയുടെ രാഷ്ട്രീയം. ജാതിയുടെ ഭൂമി ബന്ധം എന്ന് പറയുന്നത് ജാതി ഒരു രാഷ്ട്രീയ പ്രശ്നമാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇന്ത്യയിലെ ജോലിയുടെ 89% ഇന്ത്യയിലെ മുന്നോക്ക ജാതികൾ കൈവശം വെക്കുമ്പോൾ സംവരണം ഉള്ളത് കൊണ്ട് മാത്രം പട്ടികജാതി പട്ടികവർഗക്കാരൻ്റെ സംവരണം അല്ലെ ജോലി 10%. നിങ്ങൾ ആലോചിക്കണം, മനസ്സിലാവും. OBC കാരൻ്റെത് 1%. ദേശീയ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായും എങ്ങനെയാണ് ജാതി ഇന്ത്യയിൽ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ള
എങ്ങനെയാണ് ജാതി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള അടയാളമാണ്. അയിത്തം എപ്പോഴും ഇന്ത്യ നിലനിൽക്കുന്നുണ്ട്, വളരെ കൃത്യമായി അയിത്തം നിലനിൽക്കുന്നുണ്ട്. അയിത്തം നിലനിൽക്കുന്നുണ്ടാണല്ലോ നമുക്ക് അമ്പലത്തിൽ കയറാൻ ഇപ്പോഴും പറ്റാതെ വരുന്നത്, അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ തന്നെ പോയി എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ പോയി അല്ലെ ഇരിങ്ങാലക്കുടയിൽ പോയി നമുക്ക് സമരമിരിക്കേണ്ടി വന്നത് നമുക്കറിയാം. അയിത്തം ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നമ്മുടെ വീടുകളിലുണ്ട്, അതിൻ്റെ കൃത്യമായ കണക്ക് എന്തെങ്കിലുമുണ്ട്. ആ കണക്കിലേക്കും തൽക്കാലം ഞാൻ പോകുന്നില്ല. ഇനി നമ്മുടെ ഈ ബോണ്ടഡ് ലേബേഴ്സ് ധാരാളമുണ്ട്. ഇതൊന്നും വേണ്ട, നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. നമ്മുടെ ഭാഷ, നമ്മുടെ വേഷം, നമ്മുടെ ആഹാരം ഒക്കെ എടുത്തു അവിടെയെല്ലാം വർക്കൗട്ട് ചെയ്യുന്ന ഈ സാധനമാണ്. വളരെ കൃത്യമായ ജാതിയാണ്. മലയാള ഭാഷയിൽ കുറേ വാക്കുകളുണ്ടല്ലോ. എന്താണ് പുലയാട്ട്, പുലയാടി, അല്ലേ? കാളരാത്രി, കാളസർപ്പം, കരിങ്കാലി, കരിദിനം, കരിനാഗം, രാക്ഷസൻ, രാക്ഷസീയത എന്നൊക്കെയുള്ള വാക്കുകൾ. ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? ഇതെവിടുന്ന ഈ വാക്കൊന്നുമാണ്? കാളം എന്ന് പറഞ്ഞാൽ കറുത്ത എന്ന വാക്കിനർത്ഥം. ആ കാളരാത്രിയാണ്. പിന്നെ വെളുത്ത രാത്രി ഉണ്ടാകാതെ പോയത് നമുക്കിവിടെ. കരിങ്കണ്ണന് വരെ വെളുങ്കണ്ണനില്ല പോയത്. നമ്മുടെ സാഹിത്യകാരൻ എല്ലാം ഏറ്റവും മോശമായതിനെ, അവഹേളിക്കപ്പെടുന്നതിനെ അടയാളപ്പെടുത്താൻ ഭാഷയിൽ പോലും വളരെ കൃത്യമായി ഉപയോഗിക്കുന്നൊരു വാക്കാണ് പുലയാടി, അല്ലെങ്കിൽ പുലയാട്ട്, കാളരാത്രി തുടങ്ങിയ കരിങ്കാലി. അവൻ കരിങ്കാലിയാണ്, അവൻ്റെ കരിങ്കണ്ണാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നു. കാക്ക കറുത്തതാണ്, കറുത്ത കാക്ക മോശമാണ്, കാക്ക കറുത്തതായാൽ അങ്ങനെ കറുപ്പിനെ വളരെ ഇകഴ്ത്തിയിട്ട് വെളുപ്പിൻ്റെ മനോഹാരിത പറയുന്നു. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് നമ്മൾ ചോദിക്കുന്നു. തിരിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, കൊക്ക് കുളിച്ചാൽ കാക്കയാകുമോ എന്ന് ഒരു പട്ടികാതിക്കാരൻ തിരിച്ചു ചോദിച്ചില്ല ഇതുവരെ. അതിൻ്റെ തന്നെ ഗതികേട്. ഈ കാക്ക കറുത്തിരുന്നാലാ കുഴപ്പം, കൊക്ക് വെളുത്തിരുന്നാൽ എന്താ മഹത്വം എന്ന് നമുക്ക് അറിയില്ല. അതാണ് ഈ വർണ്ണധർമ്മം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അവതരിക്കുന്നത്. ഇനി നമ്മുടെ ആഹാരം, ഇപ്പം നമ്മുടെ കേരളത്തിൽ പോലും എന്താണ് പ്യുവർ വെജിറ്റേറിയൻ എന്നൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. ചില ബോർഡ് ഇപ്പം 150, കഴിഞ്ഞ ദിവസം ഒരു കണ്ടൊരു ഹോട്ടലിലെ ബോർഡാണ് 150% പ്യുവർ വെജിറ്റേറിയൻ. എന്താ അതിൻ്റെ അർത്ഥം? എനിക്കറിയില്ല വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നുള്ള വ്യത്യാസം എന്നാണെന്ന്. നമ്മുടെ ശരീരത്തിലേക്ക് കാർബോഹൈഡ്രേറ്റോ പ്രോട്ടീനോ അല്ല മഗ്നീഷ്യമോ അല്ല ഇതൊക്കെ കയറി, സോഡിയം ഒക്കെ കയറി വരുന്നത് പന്നിയുടെ നിന്നാണോ അല്ലെങ്കിൽ അത് ചീരയെന്നാണോ നോക്കിയിട്ടല്ല ശരീരം ഇതിനെ അക്സെപ്റ്റ് ചെയ്താൽ നമ്മുടെ ഇതിലേക്ക് എൻസൈംസ് സ്വീകരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും അത് വെജിറ്റേറിയൻ ഭക്ഷണത്തിന് എന്തോ ഒരു മാഹാത്മ്യമുണ്ട് എന്ന് വിചാരിക്കുന്നത് നമ്മളിലെ ജാതിബോധം കൊണ്ടാണ്. നമ്മളിലെ ജാതിബോധമാണ്. ബ്രാഹ്മണന് ഭക്ഷണം വിതരണം ചെയ്യുന്ന കാര്യത്തിലൊക്കെ കൃത്യമായ മനുസ്മൃതി പറയുന്നുണ്ട്. 64 അനാചാരങ്ങളിൽ ബ്രാഹ്മണൻ എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഇല പിടിക്കണം, ഏതൊക്കെ ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. ഉള്ളി ബ്രാഹ്മണൻ മലയാളി ബ്രാഹ്മണൻ ഉള്ളി കഴിക്കത്തില്ല, വെളുത്തുള്ളി കഴിക്കത്തില്ല, നിങ്ങൾക്കറിയാവോ? അപ്പോൾ അവരുടെ ആഹാരത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. 64 അനാചാരങ്ങൾ വളരെ കൃത്യമായി അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെ ചെയ്യുക, ഇതിനെയാണ് നമ്മൾ പിൻപറ്റിയിട്ട് പറയുന്നത് വെജിറ്റേറിയൻ ആഹാരം എന്തോ മഹത്തായ സംഭവമാണ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിലുള്ള ഉള്ളിലെ ബ്രാഹ്മണൻ നമ്മൾ പറയുന്നത് ഈ ആഹാരത്തെക്കുറിച്ച് പറയുന്നത്. ഇനിയും കലയും സാഹിത്യം, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കലയുടെ സാഹിത്യം പറഞ്ഞപ്പോഴേ അധ്യക്ഷൻ പറഞ്ഞ പോലെ നമ്മുടെ കല എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ കലാകാരന്മാരെല്ലാം പറയും കഥകളി. കേരളത്തിൽ എത്ര പേര് കഥകളി കണ്ടിട്ടുണ്ട്? ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേര് കഥകളി കണ്ടിട്ടുണ്ട്? കഥകളി കണ്ടൊരു കൈപോക്കാവോ? കണ്ടിട്ടുള്ളവർ 2, 4, 8, 10, 12 പേരുണ്ട് കഥകളി കണ്ടവർ. കേരളത്തിൽ 1% ജനം പോലും കഥകളി കണ്ടിട്ടില്ല. പക്ഷെ കഥകളിക്ക് കൊടുക്കുന്ന ഒരു പ്രാമാണ്യം, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഉടനെ കേരളത്തിലെത്തിയ റെയിൽവേ സ്റ്റേഷൻ ആദ്യം കാണുന്ന കഥകളിയാണ്. പിന്നെ മോഹിനിയാട്ടം, പിന്നെ ഇതൊക്കെയാണ് പറഞ്ഞിട്ട് പിന്നെ തിരുവാതിര, എന്താണ് അങ്ങനെ തിരുവാതിര, ഇതൊക്കെ ആണ് കല. മറ്റേ പാട്ടൊന്നും പാട്ടല്ല കേട്ടോ, മറ്റേ കലയൊന്നും കലയല്ല. ഇപ്പം ഞാൻ ആദ്യം പാടിയല്ലോ നാടൻ പാട്ടുകൾ, അതൊന്നും കലയല്ല. കലയെന്ന് പറഞ്ഞാൽ കഥകളിയാണ്. ഈ ശുംഭന്മാരുടെ ഞാൻ കഥകളി കുറേ ആട്ടക്കഥ വായിച്ചുകൊണ്ട് പറയുകയാണ്. മൂരി ശൃംഗാരമാണ് കഥകളുടെ അടിസ്ഥാനം. ആ മൂരി ശൃംഗാരത്തെ 8ഉം 10ഉം പ്രാവശ്യം ആവർത്തിച്ച് പന്തണി മുലയാൾ പന്ത് വലം കൈകൊണ്ട് അടിച്ചു എന്നുള്ളത് പുള്ളി ഒരു 6 പ്രാവശ്യം 4 പ്രാവശ്യം അടിച്ചു, 8 പ്രാവശ്യം. അന്നേരം എല്ലാം ഇയാൾ ഈ കുന്ത്രാണ്ടം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കഥകളി. ഇത് നമ്മുടെ കലയാണ്, ദേശീയ കല. ആയിക്കോട്ടെ, അത് കലയായിക്കോട്ടെ. പക്ഷേ എന്തുകൊണ്ട് മറ്റേ കല എകഴ്ത്തണം? പാവപ്പെട്ടവൻ്റെ കലയെ, പട്ടികാതിക്കാരൻ്റെ കലയെ, പിന്നാക്കക്കാരൻ്റെ കലയെ എകഴ്ത്തേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മളുടെ എല്ലാം മനസ്സിൽ ഈ ബ്രാഹ്മണ്യം നിലനിൽക്കുന്നു എന്നതിൻ്റെ ജാതിബോധം നിലനിൽക്കുന്നതിൻ്റെ കാര്യമാണിത്. വളരെ കൃത്യമായി നമ്മുടെ ആഘോഷങ്ങളിൽ നോക്കൂ. നമ്മുടെ ആഘോഷങ്ങൾ, ഓണം എന്താണ്, വിഷു എന്താണ്, ദീപാവലി എന്താണ്? എല്ലാം ഒന്നേ ഉള്ളൂ, അസുരന് മേൽ ദേവൻ നടത്തിയിട്ടുള്ള വിജയം. മഹിഷാസുരനെ കൊന്ന ആള്, അല്ലേ, എന്താണ് പാമ്പിനെ കൊന്നവൻ, പോത്തിനെ കൊന്നവൻ ഒക്കെ നമ്മുടെ നായക എന്ന് പറയുന്നത്, അല്ലേ? അയ്യപ്പൻ എന്താ ചെയ്തത്? അയ്യപ്പൻ ഒരു പോത്തിനെ കൊന്നു. ആ പോത്തിനെ കൊന്ന അയ്യപ്പൻ സവർണനായി. അല്ലെങ്കിൽ ദീപാവലിയിൽ നമ്മളൊരു ശിവന്, അതുപോലെ തന്നെ നമ്മൾ ദീപാവലി ഒക്കെ ഇതാണ്. എല്ലാം അസുരന് മേൽ ദേവൻ നടത്തുന്ന വിജയമാണ്. അതാണല്ലോ ദശാവതാരം. ദൈവം കേരളത്തിൽ സ്പെഷ്യലായിട്ട് അവതരിച്ചു. 10 പ്രാവശ്യം കേരളത്തിൽ അവതരിച്ച് 2 പ്രാവശ്യം കേരളത്തിന് വേണ്ടി ജനിച്ച, ഒന്ന് മഹാബലിയെ ചവിട്ടിത്താക്ക, മഹാബലി അസുരനായിരുന്നു, മറ്റേ രാവണനെ കൊല്ലാന്. ഇങ്ങനെ ദൈവങ്ങൾ മറ്റൊരുത്തൻ ഇറങ്ങിയത്, എന്താണ് വാമനൻ ഇറങ്ങിയത്, ഇങ്ങനെ കുറേ ആളുകൾ ദേവന്മാരിറങ്ങി വരുന്നതെല്ലാം എന്തിനാണ്? അസുരന്മാരെ കൊല്ലാനാണ്.
എന്നാൽ ഇവൻ ഇത്രയും വലിയ ശക്തിയുള്ള ദേവനല്ലേ, എടാ രാവണ നീ അങ്ങ് നന്നായി പോടാ, നീ ശപിച്ചാ പോരെ. ഒരിക്കലും നന്നായി പോകാൻ ശപിക്കില്ല. ലോകത്തൊരു ദൈവം നന്നായി പോകാൻ ആരെയും ശപിച്ചിട്ടില്ല. അത് ക്രിസ്ത്യാനിയുടെ ദൈവമായാലും കൊള്ളാം, മുസ്ലിമിൻ്റെ ദൈവമായാലും കൊള്ളാം, ഒരു ദൈവം നന്നായി പോകാൻ ശപിച്ചിട്ടില്ല. മുടിഞ്ഞു പോകട്ടെ, നീ നശിക്കണം, നീ കൊല്ലപ്പെടണം, നിന്റെ വംശമില്ലാതാകണമെന്നാണ് എല്ലാ ദൈവങ്ങളും പറഞ്ഞിട്ടുള്ളത്. ആ ദൈവത്തിനെയാണ് സ്വാഭാവികമായി വളരെ കൃത്യമായിട്ട് അവതരിക്കുന്നത്. അത്തരം ഒരവസ്ഥയിലാണ് കേരളത്തിൽ ജാതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. ജാതിയുടെ പ്രമാണം നിങ്ങൾക്കറിയാവോ? ജായതേ ഇതി ജാതി എന്നാണ്. ജാതി എന്ന് പറയുന്നത് ജന്മം കൊണ്ടുണ്ടാകുന്നതാണ്. ഇവിടെ കുറേ വിദ്വാൻമാരുണ്ട്, കുറേ പണ്ഡിതന്മാരുണ്ട്, കുറേ റിസർച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ കേട്ടാൽ നമ്മുടെ തല കറങ്ങിപ്പോവും. കർമ്മം ചെയ്യുന്നവനാണ് ആ ബ്രാഹ്മണൻ. എന്ത് കർമ്മം കൊണ്ട്? ഒരു ബ്രാഹ്മണൻ കർമ്മം കൊണ്ട് ഒരുത്തൻ ബ്രാഹ്മണനായ ചരിത്രം ഇന്ത്യയിൽ എവിടെയല്ലേ നിങ്ങൾക്ക് പറയാമോ? ജന്മം കൊണ്ട് തന്നെയാണ് ബ്രാഹ്മണനാകുന്നത്. അവന് സമാവർത്തനവും മറ്റേത് മറിച്ചൊക്കെ 16 ഷോഡശക്രിയ ചെയ്യാതെ ബ്രാഹ്മണനാകാൻ പറ്റില്ല. അത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാലും അവൻ ഈ ഷോഡശക്രിയകൾ ചെയ്താൽ മാത്രമേ ബ്രാഹ്മണനാകത്തുള്ളൂ. ആ ബ്രാഹ്മണനിലേക്ക് അത് ജന്മമാണ്, ജന്മം കൊണ്ടുണ്ടാകുന്നതാണ്. ഈ ജന്മം പാഴായി പോക്കിയത് ഇന്ത്യയിലെ ദശലക്ഷം പട്ടികജാതിക്കാരാണ്. രോഹിത് വെമുല മാത്രമല്ല, ഡോക്ടർ പായൽ തോഡി മാത്രമല്ല, അവരൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ എഴുതി വെച്ചത് എൻ്റെ ജന്മമാണ് എനിക്ക് ഗതികേടാക്കിയത്, എനിക്ക് മരണത്തിലേക്ക് പോകേണ്ടി വന്നതെന്നാണ്. MA-കാരനായിട്ടും PhD-കാരുടെ MBBS-കാരിയായാലും പട്ടികജാതിക്കാരെ കറുത്തു പോയെങ്കിൽ എനിക്ക് രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ലാതെ പോകുന്നു എന്ന് പറയുന്ന ജന്മം കൊണ്ട് പിന്നാക്കനായി പോയ ഒരു ഗതികേടുകാർ ഇന്ത്യയിൽ ഒന്നല്ല 100 കേരളത്തിലും അങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. എത്രയോ പേര്. എന്തായിരുന്നു ബിന്ദു ചെയ്ത കുറ്റം? ബിന്ദു മാല മോഷ്ടിച്ചില്ല എന്നതാണ് കുറ്റം. എന്തുകൊണ്ടാണ് ബിന്ദുവിനെ നിങ്ങൾ പിടിച്ച് പോലീസ് സ്റ്റേഷനിലൂടെ 20 മണിക്കൂർ ഇരുത്തിയത്? അവൾ കറുത്തതായതുകൊണ്ടാണ്. ഒരു വെളുത്തവണ്ണായിരുന്നു ബിന്ദുവെങ്കിൽ ഒരിക്കലും പോലീസുകാരങ്ങനെ ചെയ്യില്ല. എന്നിട്ട് എന്ത് ചെയ്യേ? കേസ് അവിടെ പോയി. കേസ് കൊടുത്ത ആരെന്ത് ചെയ്യേ? അവർ ആസ്ട്രേലിയ ചാടി. കേസ് എടുത്ത പോലീസുകാരോ അല്ലെങ്കിൽ തൊമ്മാടത്തിരം കാണിച്ച പോലീസുകാരനോ സസ്പെൻഷൻ. എന്തുകൊണ്ട് SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് അവർക്കെതിരെ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടില്ല എന്നത് കേരളത്തിൻ്റെ ഭരണകൂടം പറയേണ്ട മറുപടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വളരെ കൃത്യമായി കേരളത്തിൻ്റെ ഭരണകൂടത്തിൻ്റെയും നമ്മുടെയൊക്കെ മനസ്സ് ബ്രാഹ്മണ്യമാണ്. അതുകൊണ്ടാണ് വെളുത്തവരെ തൊടാൻ പാടില്ല, വെളുത്തവരൊന്നും പാപം ചെയ്യില്ല എന്നാണ്. വെളുത്തവർ കൊല്ലില്ല. പണ്ടൊരു സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായതാണ്. അവരങ്ങനെ ബലാത്സംഗം ചെയ്യില്ല. കാരണം എന്താ പറയുമോ? ബ്രാഹ്മണന് ബലാത്സംഗം ചെയ്യാൻ കഴിയില്ല, നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോധത്തിലാണ് വളരെ കൃത്യമായി ജാതിയെ നിലനിർത്താൻ നമ്മുടെ ഭരണകൂടം ഞാൻ ഉദ്ദേശിക്കുന്ന മൊത്തത്തിലുള്ള കാര്യമാണ് കേട്ടോ, അല്ലാതെ കേരളത്തിലെ സർക്കാരിനെ കുറ്റം പറഞ്ഞൊന്നും അല്ല പറയുന്നത്. കേന്ദ്രത്തിലിരിക്കുന്നവരും ഒക്കെ തന്നെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ജാതി വ്യവസ്ഥ നിലനിൽക്കുക എന്ന് പറയുന്നത്, ഈ പറയുന്ന ബ്രാഹ്മണ്യത്തെ നിലനിർത്തുക എന്ന് പറയുന്നത് മനുസ്മൃതിയുടെയും അതുപോലെ തന്നെ ഭഗവത്ഗീതയുടെയും രാഷ്ട്രീയമാണ് എന്നതുകൊണ്ടാണ് വളരെ കൃത്യമായി എൻഡോഗമി, സഗോത്ര വിവാഹം നിലനിൽക്കണമെന്ന് പറയുന്നത്. ആ സഗോത്ര വിവാഹത്തിലേക്കാണ് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ജാതിയില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ അവരുടെ വീട്ടിലെത്ര മിശ്രവിവാഹം നടത്തിയിട്ടുണ്ടെന്ന് പറയണം. എന്നിട്ട് ചുമ്മാ വേദി കയറി ഞങ്ങളൊക്കെ ജാതിയില്ലതേ, ഞങ്ങളിന്ന് പുലേൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മറിച്ച് അവരുടെ വീട്ടിലെത്ര മിശ്രവിവാഹം നടത്തിയിട്ടുണ്ട്, അവർ ജാതിയും അതും നോക്കാതെ എത്ര കല്യാണത്തിൽ നടത്തി കൊടുത്തിട്ടുണ്ട്. കാരണം എൻഡോഗമിയെ നിലനിർത്തുക എന്നതാണ് നമ്മുടെ ഭരണകൂടത്തിൻ്റെ നമ്മുടെ മത കേന്ദ്രങ്ങളുടെ പ്രത്യേകത. നിങ്ങൾ കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കുന്നത്, പെണ്ണിന് പട്ടുസാരി കൊടുക്കുന്നത്, അല്ല അവൾക്ക് സ്വർണം വാരി കൊടുക്കുന്നത് നിൻ്റെ കുലം സംരക്ഷിക്കാനാണ്. കുലസ്ത്രീ നമ്മുടെ ശൂദ്രലഹള കാലത്ത് നമ്മൾ കണ്ടാണ് കുലസ്ത്രീ. എന്താണ് കുലസ്ത്രീ? നിന്റെ ജാതിയെ, നിന്റെ പാരമ്പര്യത്തെ മനു പറഞ്ഞതാണ്. ആ പാരമ്പര്യത്തെ നിലനിർത്താൻ നിനക്കിതാ ഞാനൊരു പുരുഷനെ തരുന്നു. ആ പെണ്ണിന് കൈക്കൂലി കൊടുക്കുകയാണ്. എൻഡോഗമി നിലനിർത്താൻ, സഗോത്ര പാരമ്പര്യ ജാതി വ്യവസ്ഥയെ നിലനിർത്താൻ നമ്മൾ ചെയ്യുമ്പോഴാണ് ജാതിക്കതീതമായി മിശ്രമം കഴിക്കുന്നവരെ വിളിക്കുന്ന പേര് ഓടിപ്പോയവന്മാരെന്നാണ്. ഞങ്ങളൊക്കെ ഓടിപ്പോയവരാണ്. എവിടെ നിന്ന് അങ്ങോട്ട് ഓടി? ഞങ്ങളൊന്നും ഓടിയില്ല, പക്ഷേ നാട്ടുകാർ വിളിക്കുന്നത് അങ്ങനെയാണ്, ഒളിച്ചോടിയവരെന്നാണ്. മിശ്രവിവാഹം ഒരു പ്രസ്ഥാനമാക്കി കേരളത്തിൽ വരുന്നത് വീച്ചിയുടെ അല്ലെ പൗത്രൻ്റെ ചേട്ടൻ്റെയും സഹോദരൻ്റെയും ഒക്കെ കാലങ്ങളിലൂടെ ഒരു വലിയ മിശ്രവിവാഹ പ്രസ്ഥാനം കേരളത്തിലുണ്ടായ ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ ജാതി വിരുദ്ധ പോരാട്ടത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ സംഗീതമാണ് വേടൻ്റേത്. ജാതി എന്ന് പറയുന്നത് നശിക്കാതെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏതെങ്കിലും ഒരർത്ഥമുണ്ടാകണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ പോകാതെ സാധിക്കില്ല. അംബേദ്കർ വളരെ കൃത്യമായിട്ട് ഈ കരയുടെ അളപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഭരണപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട്, അധികാരഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ ജാതി ഇല്ലാതാക്കാൻ കഴിയൂ. അതേസമയം ജാതിക്കെതിരായിട്ടുള്ള വളരെ കൃത്യമായ ജാതി നശീകരണത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജാതി നശീകരണം
ജാതി എന്താണ് എന്ന്. ജാതി എന്താണ് എന്ന് ജാതി അനുഭവിച്ചവന് മാത്രമേ മനസ്സിലാവൂ. മുകളിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ഉപരിപ്ലവമായി നിൽക്കുന്ന സവർണ തമ്പുരാക്കന്മാർക്ക് ജാതി എന്താണെന്ന് മനസ്സിലാവില്ല. ജാതിയുടെ പേരിൽ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്ന ഒരു ജനതയുടെ ആത്മരോദനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ജാതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ആ തിരസ്കാരം നേരിട്ട് അറിയുന്ന ഒരാളെന്ന നിലയിൽ, നൂറുകണക്കിന് ആളുകളുടെ അത്തരം വേദനകൾ നൊമ്പരങ്ങൾ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നത്, ജാതിയുടെ പേരിൽ ഞാൻ പോലും ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പട്ടികാതിക്കാരനല്ലാഞ്ഞിട്ട് പോലും. കാരണം അതാണ് ജാതി എന്ന് പറയുന്നത്. അതാണ് അത്രമാത്രം വളരെ കൃത്യമായ ജാതി എന്താണെന്ന് അറിയണമെങ്കിൽ ജാതി അനുഭവിക്കണം. അംബേദ്കർ പറഞ്ഞു വളരെ കൃത്യമായി, ഹിന്ദുവിനെ സംബന്ധിച്ച് അയാളുടെ മതമാണ് അയാളുടെ ജാതി. അതുകൊണ്ട് അയാളുടെ മതം നമ്മുടെ ശത്രുവാണ്. അംബേദ്കറെ വായിക്കണം, കമ്മ്യൂണിസ്റ്റുകൾ വായിക്കണം. കമ്മ്യൂണിസ്റ്റുകൾ അംബേദ്കറെ ശത്രുവായിട്ടുള്ളതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയെയും ഇന്ത്യൻ പുരാണങ്ങളെയും ഇന്ത്യൻ ഭൗതികവാദധാരയെയും വളരെ കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരേ ഒരാൾ അംബേദ്കറാണ്. വേറെ ഒത്തിരി പേരുണ്ടെങ്കിലും ഇത്ര കൃത്യമായി അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുവിനെ സംബന്ധിച്ച് അയാളുടെ മതമാണ് അയാളുടെ ജാതി. അതുകൊണ്ട് അയാളുടെ മതം നമ്മുടെ ശത്രുവാണ്, അത് പുരാണങ്ങളിൽ അധിഷ്ഠിതമാണ്. ചുരുക്കത്തിൽ ആത്യന്തിക ശത്രു ആ പുരാണങ്ങളാണ്. അതുകൊണ്ട് ആ പുരാണങ്ങളും അവയുടെ പാവനതയും നാശവിധേയമാകാതെ ജാതി നശീകരണം സാധ്യമല്ല. ഉണ്ടോ? നമ്മളീ പറയുന്ന കാര്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അംബേദ്കർ പറഞ്ഞു. അംബേദ്കർക്ക് മുമ്പ് ഇത് സഹോദരനിപ്പം പറഞ്ഞു. എന്ന് ഇന്ത്യയിൽ ഹിന്ദുമതം എന്ന് നിലനിൽക്കുന്നുവോ ആ നിലനിൽക്കുന്നവർ ഇന്ത്യ കരയേണ്ടി വരും. എന്ന് ഹിന്ദുമതമില്ലാതെയാകുന്നുവോ അന്ന് ഇന്ത്യ രക്ഷ പ്രാപിക്കുമെന്ന് അംബേദ്കർക്ക് മുമ്പേ പറഞ്ഞാണ് സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദം നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ വെറും എന്താണ് പറയുന്നത്, ആശയവാദികളാണെന്ന് പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. വേടൻ പറയുന്നത് ജാതിയാണ് ഇന്ത്യയിലെ പ്രശ്നം, ജാതി ഒരു മതമായി. ആ ജാതിയെ അതിജീവിക്കാൻ സംഘപരിവാരം വളരെ ബോധപൂർവമാണ് ദേശീയത ഉയർത്തിക്കൊണ്ടുവരുന്നത്, ഹൈന്ദവ ദേശീയതയെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, ദേശസ്നേഹം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നതുകൊണ്ട് ആ പുരാണങ്ങളും ആ ദൈവങ്ങളും നശിക്കാതെ ഇന്ത്യ നന്നാവില്ല എന്ന് യുക്തിവാദികൾ പറയുന്നത് വെറുതെ ആശയവാദമല്ല, ഇന്ത്യയുടെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യുക്തിവാദികൾ പറയുന്നത്. അംബേദ്കർ പറയുന്നു, മതത്തെ ഡൈനമൈറ്റ് വെച്ച് തകർക്കണം ജാതി ഇല്ലാതാകണമെങ്കിൽ. ദലിതർ ഹിന്ദുക്കളല്ലെന്ന് പ്രഖ്യാപിക്കണം. പുരാണങ്ങളുടെ പാവനതകളെ തള്ളിക്കളയണം. ബ്രാഹ്മണ്യത്തെ ബഹിഷ്കരിക്കണം. ബ്രാഹ്മണ സംസ്കാരത്തെ നിഷേധിക്കണം. ക്ഷേത്രങ്ങൾ ബഹിഷ്കരിക്കണം. മിശ്രവാഹവും മിശ്രഭോജനവും പ്രോത്സാഹിപ്പിക്കണം. യുക്തിവാദ സാഹിത്യത്തെ, യുക്തി വിചാരത്തെ പ്രോത്സാഹിപ്പിക്കണം. അംബേദ്കർ പറഞ്ഞതാണ്. അംബേദ്കറെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന കൃതി മാത്രമല്ല നിരവധി കൃതികളിലൂടെ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നത് വളരെ കറതീർന്ന യുക്തിവാദമാണ് അവതരിപ്പിക്കുന്നത്. ഈ വസ്തുത നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നമ്മൾക്കതിലേക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും വലിയ ഗതികേട്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും മതവുമായി സന്ധി ചെയ്യുന്നു എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ റിലീജിയനാണ് ശശികല പറയുന്നത്, പൊളിറ്റിക്കൽ ഹിന്ദുവിനെ കുറിച്ചാണ്. ആ പൊളിറ്റിക്കൽ ഹിന്ദു മാത്രമല്ല, ഇന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം നമ്മുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി നമ്മുടെ മുന്നിലുണ്ട്. ശശികല പറയുന്നത് സവർക്കറുടെ മോദിയുടെ രാഷ്ട്രീയമാണ്. അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പം ഭാരതമാതാവിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് ഭാരതമാതാവ്? സവർക്കറുടെ വി അവർ നേഷൻ ഗോഡ് ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ മാതൃഭൂമിയെക്കുറിച്ചും പിതൃഭൂമിയെക്കുറിച്ചും പറയുന്നുണ്ട്. മാതൃഭൂമി എന്ന് പറയുന്നതിന് വളരെ വികാരഭരിതമായിട്ട് അദ്ദേഹം പറയുന്നത്, ഒരമ്മയെ എപ്രകാരം സ്നേഹിക്കുന്നു അപ്രകാരം മാതാവിനെ സ്നേഹിക്കുക. അങ്ങനെ മാതൃഭൂമിയെ ഭാരത മാതാവിനെ നിഷേധിക്കുന്നവർ ഇന്ത്യയുടെ ശത്രുക്കളാണെന്നൊക്കെ ധീരമായി ആ സവർക്കറുടെ വാക്ക് തന്നെയാണ് വീണ്ടും 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 ശശികലമാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നാം അതിനെ പ്രതിരോധിക്കുന്നില്ല എന്നിടത്താണ് നമ്മുടെ പരാജയമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് എല്ലാ മതങ്ങളെ സംബന്ധിച്ചും, അത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാലും താലിബാനെക്കുറിച്ചാലും എല്ലാം വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു കാര്യം പ്രചാരം അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. യുദ്ധത്തിൻ്റെ ഉറവെടിയാണെന്ന് അന്വേഷിച്ച് പുറകോട്ട് നോക്കേ. നമ്മുടെ യുദ്ധത്തെക്കുറിച്ച് അന്വേഷിച്ച് നമ്മൾ പുറകോട്ട് പോകുമ്പോൾ നാം കേട്ടുന്നത് ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് പഴയ നിയമത്തിലാണ്, മഹാഭാരതത്തിലാണ്, രാമായണത്തിലാണ്, ഇലിയഡിലാണ്, ഒഡീസിയിലാണ്. അതായത് എല്ലാ മതഗ്രന്ഥങ്ങളും യുദ്ധത്തെ പ്രകീർത്തിക്കുന്നു, യുദ്ധത്തിലൂടെ നാശത്തെ പ്രതികരിക്കുന്നു, സവർണാധിപത്യത്തിൻ്റെ സ്ഥാപനവൽക്കരണത്തെ അവർ പ്രതികരിക്കുന്നു എന്നതുകൊണ്ടാണ് അതിനെതിരായ ഏതൊരു ശബ്ദത്തെയും യുക്തിവാദികളെപ്പോലുള്ളവർ പിന്തുണയ്ക്കേണ്ടി വരുന്നത്. മതം എന്ന് പറയുന്നത് വളരെ കൃത്യമായി യുദ്ധോദ്യുഗമായിട്ടുള്ള ഒരു കൃതിയാണ്. വിശദാംശങ്ങളിലേക്കൊക്കെ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വേടനും ശശികലയും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് രണ്ട് പ്രതീകങ്ങളായിട്ട്. ഒന്ന്, അടിമയുടെ ഉയർത്തെഴുന്നേൽപ്പുമായി അവൻ്റെ ശബ്ദമായി വോയിസ് ഓഫ് ദ വോയിസ്ലെസ് ആയി വേടൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, മറുവശത്ത് സവർണ ബ്രാഹ്മണ്യത്തിൻ്റെ
അല്ലെ ആര്യാവർത്തത്തിൻ്റെ പുതിയ സിദ്ധാന്തങ്ങളുമായിട്ട് ശശികലമാർ വരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഭീഷണിയാണ് എന്നും കേവലം ഇന്ത്യയിലെ 3.5% വരുന്ന സവർണരുടെ മാത്രം പ്രതിനിധിയാണ് ശശികല അടക്കമുള്ള ആളുകൾ, മോദി അടക്കമുള്ള ആളുകൾ സംഘപരിവാരം എന്നത് നാം തിരിച്ചറിയണം. അത് തിരിച്ചറിയാനാവാതെ പോയത് കേരളത്തിലെ പട്ടികജാതിക്കാർക്കാണ്, കേരളത്തിലെ പിന്നാക്കർക്കാണ്. അവരാണിപ്പം കേരളത്തിലെ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ പ്രതികളായി കറുത്ത ചരടും കെട്ടി, ചുമന്ന ചരടും കെട്ടി, കറുത്ത മുണ്ടെടുത്ത് വെളുത്ത മുണ്ടെടുത്തൊക്കെ ഇന്ന് അവർ പോലും സംഘപരിവാരത്തിൻ്റെ ആളായി നമ്മുടെ മുന്നിൽ വരുമ്പോൾ നാം ചരിത്രത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഗതികേടിൻ്റെ മുന്നിൽ നാം നിൽക്കുന്നു എന്നതുകൊണ്ട് വളരെ കൃത്യമായും ശശികലയെ പ്രതിരോധിച്ചുകൊണ്ട് വേടൻ്റെ സാഹിത്യത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ബാധ്യത നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മാത്രം പറയുന്നു. നന്ദി.